ഹേനും ഇപ്പോൾ പഴയ ഒരു നോട്ട്ബുക്കൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും അതിന്റെ ലാസ്റ്റ് പേജിലാകട്ടെ, നിനക്ക് കുറ്റബോധമൊന്നും തോന്നാതിരിക്കണമെങ്കിൽ ഹ്യൂമനെ ഒരിക്കലും പറഞ്ഞയക്കാതെ ഇരിക്കണമെന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നല്ലോ ഹ്യൂനുവിനെ കുറിച്ച് ഓർത്തിട്ട് ഇതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹെയ്നും ഇപ്പോൾ ഓർക്കുന്നത്. അങ്ങനെ ആ ഒരു ബുക്കൊക്കെ എടുത്ത് ബാഗിന്റെ അകത്ത് വെച്ച് അവൾ പോയിട്ട് തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും അത് മേശയിലൊക്കെ ഇരിക്കുന്നതായിരുന്നു അവളും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് വീണ്ടും അവൾ തുറന്നു നോക്കുമ്പോഴാകട്ടെ, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോക്കുകയില്ല എന്ന് അതിൽ ഹ്യൂനു എഴുതിയിട്ടുള്ളതും കൂടി അവൾ കാണുകയാണ്. അങ്ങനെ അവളും ഇപ്പോൾ ഹ്യൂനുവിന്റെ അടുത്ത് എത്തിയതിനു ശേഷം, ഇത് പഴയ ഞാനാണ് എഴുതിയത്, അങ്ങനെ ഇരിക്കെ നീ എന്തിനാണ് ഇപ്പോഴത്തെ എനിക്ക് ഇതിനുള്ള റിപ്ലൈ ഒക്കെ നൽകിയിട്ടുള്ളതെന്നൊക്കെ ഹ്യൂനുവിന്റെ അടുത്തും അവൾ ചോദിക്കുന്നു. ഹ്യൂനുവിനും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിരി തോന്നുകയാണ്. ഇതെല്ലാം തന്നെ അച്ഛനും ചേട്ടനും കൂടി ഒളിഞ്ഞൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും കൂടി അതുവഴി വരുമ്പോഴത്തേക്കും അച്ഛനും അതെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, ചേച്ചിയുടെ ബാഗൊക്കെ അകത്തുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും എടുക്കുവാനായിട്ട് പോലും അവർ അനുവദിക്കുന്നില്ല. ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് നമുക്ക് പോകാം, അവർ അവിടെ ഇരുന്ന് പ്രേമിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പോകുകയാണ്. ചേച്ചിയുടെ ഫ്രണ്ട്സും ചേച്ചിയും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഹോസ്പിറ്റലിലെ ഫുഡൊന്നും അത്രയ്ക്ക് നല്ലതല്ലല്ലോ. ഹെയ്നും അവളുടെ ആരോഗ്യമൊക്കെ നോക്കേണ്ടതല്ലേ. ഹെയ്നും തനിക്ക് വേണ്ടി ബുള്ളറ്റ് ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് അവരും പറയുന്നത്. പക്ഷെ ഹെയ്ന് അവന് ഓർമ്മ പോലും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയ്ക്ക് അസൂയപ്പെടുവാൻ മാത്രമുള്ള ഒരു സംഭവമൊക്കെ ആയി മാറുക എന്നൊക്കെ ചേച്ചി ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഒപ്പം 30 വർഷമായിട്ട് ജീവിക്കുന്നതാണ്. എങ്കിൽ പോലും ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയമാണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരും ഇപ്പോൾ അപരിചിതരെ പോലെയൊക്കെയല്ലേ, അപ്പോൾ അവർക്കും പ്രണയമൊക്കെ മറ്റൊരു രീതിയിൽ തുടങ്ങുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ഫ്രണ്ട് പറയുന്നത്. ഹ്യൂനുമോന് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹെയ്നും. അവനും കാണുവാനൊക്കെ സുന്ദരനാണ്, നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. സ്കൂളിൽ പഠിച്ച സമയത്താകട്ടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. മാത്രമല്ല, ലോ സ്കൂളിലും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇതൊന്നും പോരാതെ ബോക്സിംഗിൽ ചാമ്പ്യൻ ആയിരുന്നു എന്നൊക്കെ ഹ്യുൻവുവും ഹെയ്ന്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ശരിക്കും ഓർമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളെ പറ്റിക്കുവാനായിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് അവളും ചോദിക്കുന്നത്. ഞാൻ മറൈനിലെ സ്പെഷ്യൽ ടീമിൽ പോലും ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ ഹ്യുൻവു ഒന്നും കൂടി പറയുമ്പോഴത്തേക്കും ഹെയ്നും അതൊക്കെ വിശ്വസിക്കുവാനായിട്ട് വളരെ പ്രയാസമായിരുന്നു. അതായത്, ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും ഇല്ല എന്നാണ് അവൾ വിചാരിക്കുന്നത്. നിനക്ക് ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്യിക്കണമെന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇത്രയേറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സത്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. സത്യം പറ, നിനക്ക് ചാമ്പ്യൻഷിപ്പ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഹെയ്ൻ ചോദിക്കുമ്പോഴാകട്ടെ, ശരിക്കും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ല എന്നൊക്കെ ഹെയ്ൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഹ്യുൻവൂനും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിരി വരുന്നു. മുത്തച്ഛന്റെ ആദ്യത്തെ മകൻ കൂടി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കല്ലറയുടെ അടുത്തായിട്ടൊക്കെ നിന്നതിന് ശേഷം അച്ഛൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ 3 മക്കൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു. അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതികാരമൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ആന്റിയും പറയുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. 45% ഷെയർ ആണ് ഇപ്പോൾ സ്യോൽഹയുടെ പേരിലൊക്കെ ഉള്ളത്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും മരവിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഷെയർ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് വെറും 39% മാത്രമേ ഉള്ളൂ. അച്ഛന്റെ ചേട്ടനാകട്ടെ ഇപ്പോൾ സ്യോൽഹിയുടെ ഒപ്പം ഒരു കമ്പനി ഉണ്ടെങ്കിൽ പോലും ആ കമ്പനിയുടെ ലക്ഷ്യം തന്നെ നമ്മുടെ കമ്പനിനെ ഇല്ലാതാക്കുക എന്നതാണ്. അവർക്ക് എല്ലാം തന്നെ വിൽക്കണമെന്നാണ് ആഗ്രഹം. സ്യോൽഹിയും അതിനെല്ലാം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ചേട്ടനും ഇപ്പോൾ അറിയിക്കുന്നു. എങ്ങനെയൊക്കെ വന്നാലും ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് സ്യോൽഹിയുടെ കയ്യിലാണല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മൾ എങ്ങനെയാണ് ലീഗലായിട്ടൊക്കെ മുന്നോട്ട് പോകുക എന്നൊക്കെ സൂചോൾ ചോദിക്കുമ്പോഴാകട്ടെ, 13% ഷെയർ ഒക്കെ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത് സീക്രട്ട് ഫണ്ട് ഉപയോഗിച്ചാണ്. അങ്ങനെ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ ഹ്യുനുവും അറിയിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും കീഴടങ്ങാമെന്ന് രാഹായ് ഗ്രേസ്കോയുടെ അടുത്ത് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നില്ലേ, പിന്നെ ഞാൻ എത്രയാണ് കീഴടങ്ങുന്നതെന്നൊക്കെയാണ് ഗ്രേസ്കോയും ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഗ്രേസ്കോ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നു. ഹ്യുനുവിന്റെ ഫ്രണ്ട് ആയിരുന്നു ഗ്രേസ്കോയ്ക്ക് പാട്ടുകളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്ന MP3 ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇത്. ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഹെയ്ൻ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നാലോ എന്ന സംശയത്തിലായിരുന്നു ഫ്രണ്ടും അതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഹ്യുനു ഒരുപാട് ഡ്രാമയൊക്കെ കാണുന്നതിന്റെ പ്രശ്നമാണിത്. ഇങ്ങനെ ഒന്നും തന്നെ ഒരാൾക്ക് ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടുകയില്ല എന്നൊക്കെ ഗ്രേസ്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മൾ ചെയ്യണമെന്നാണ് ഫ്രണ്ടിന്റെ അഭിപ്രായം. ജർമ്മനിയിൽ നിന്നും ഒരു പാക്കേജ് ഒക്കെ ഹെയ്ൻ അയച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഹെയ്ൻ മേടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഫ്രണ്ട് പറയുമ്പോഴാകട്ടെ, ഗ്രേസ്കോ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഹെയ്ന് വന്നിട്ടുള്ള എല്ലാ കത്തുകളും ഉഡ്സൻ കണ്ടതിന് ശേഷം മാത്രമേ ഹെയ്ൻ കാണുവാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ഒരു നിയമവും അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജോലിക്കാരെല്ലാവരും തന്നെ കത്തുകളും മറ്റുമൊക്കെ ഉൺസിങ്ങിന് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഗ്രേസ്കോ ആയിരുന്നു ഇതൊക്കെ ഞാൻ തന്നെ ഉൺസിങ്ങിന് കൊടുത്തേക്കാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മേടിച്ചതിന് ശേഷം
ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു പാഴ്സൽ മാത്രം മറ്റൊരു സെർവന്റിന്റെ കയ്യിലൊക്കെ കൊടുത്തതിന് ശേഷം ഇത് ഹെയ്ൻ കാണുന്ന രീതിക്കൊക്കെ വെക്കണമെന്ന് ഗ്രേസ്കോ പറയുന്നു. ബാക്കിയുള്ള ലെറ്റേഴ്സ് മാത്രമായിരുന്നു ഗ്രേസ്കോയും മുൻസിങ്ങിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു നോട്ട്ബുക്ക് ഒക്കെ ഹെയ്ന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണല്ലോ കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. സോ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ ഗ്രേസ്കോ പറയുമ്പോഴാകട്ടെ, ഫാമിലിക്ക് സ്വത്തുക്കളെല്ലാം തന്നെ തിരികെ കിട്ടുകയാണെങ്കിൽ ഇതിനെല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് സ്യോൽഹിയാണെന്നുള്ള കാര്യമൊക്കെ തെളിയിക്കേണ്ടതായിട്ട് വരും. നമ്മളാണ് അതിനുള്ള ഏറ്റവും വലിയ വിറ്റ്നസ്. നമ്മൾക്ക് അതുകൊണ്ട് ഒരുമിച്ച് കീഴടങ്ങാമെന്നൊക്കെ ടാഹയും ഗ്രേസ്കോയോട് പറയുന്നുണ്ടെങ്കിൽ പോലും ഒന്നിച്ച് കീഴടങ്ങുവാനായിട്ട് ഗ്രേസ്കോ തയ്യാറായിരുന്നില്ല. അതൊക്കെ കേൾക്കുന്ന ടാഹയാകട്ടെ, എനിക്കൊരിക്കലും ഉൻസിങ്ങിനെ പോലെ ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. ജീവിതകാലം മുഴുവൻ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ഒരിക്കലും സ്നേഹം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരുന്നു ഉൻസിങ്ങും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ഒരുപാട് തകർന്നുന്ന സമയത്ത് ആരെങ്കിലും അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഈ ഒരു അവസ്ഥയൊന്നും വരികയില്ലായിരുന്നു. എനിക്ക് പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങണമെന്നുണ്ട്. ഒരു രഹസ്യങ്ങളും ഇല്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ നല്ലൊരു ജീവിതമൊക്കെ എനിക്ക് നയിക്കണം. അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോൾ കീഴടങ്ങണമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും, ഒരിക്കലും നീ ജയിലിലൊക്കെ പോകുകയാണെങ്കിൽ അവർ നിന്നെ സ്വീകരിക്കുമെന്നാണോ നീ കരുതുന്നതെന്നൊക്കെ വിഷമത്തോടു കൂടി തന്നെ ഗ്രേസ്കോയും ചോദിക്കുന്നു. ആരാണ് ജയിലിൽ പോകുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ സൂചോളും ഡാഹയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഡാഹയാകട്ടെ അവനെ കൂട്ടിക്കൊണ്ട് ഓർഫനേജിലേക്ക് എത്തുന്നു. നമ്മൾ ഇവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. ഇവിടെയുള്ള കുട്ടികൾ എല്ലാവരും ആകട്ടെ അവരുടെ പേരൻസ് എപ്പോഴെങ്കിലും അവരെ കൊണ്ടുവരുവാനായിട്ട് ഇവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനും എന്റെ പേരൻസ് എന്നെ ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കത്തോ അല്ലെങ്കിൽ എന്റെ പേര് പോലുമോ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതെ ആയിരുന്നു ബോറടിച്ചൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ വരികയില്ല എന്ന വിശ്വാസത്തിലൊക്കെ ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിന്നെ ഞാൻ കണ്ടത്. നീയാകട്ടെ ഓരോ മാസവും ഇവിടെ വന്നുകൊണ്ട് വരുന്നു. ഞാനും അതുപോലെ തന്നെ ഓരോ മാസവും നിനക്ക് വേണ്ടി കാത്തുമിരുന്നു. ഡാഹ എങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനായിരുന്നു നിന്റെ ഫസ്റ്റ് ലവ്, അതുകൊണ്ടായിരുന്നോ നീയും എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സൂചോളും ചോദിക്കുകയാണ്. പക്ഷെ അവൻ കൊണ്ടുവരുന്ന കേക്കിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഡാഹയും പറയുന്നു. ഇത് നിന്റേതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളും കയ്യിലുണ്ടായിരുന്ന പാവയൊക്കെ അവനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും, നിനക്കെന്നെ ഇഷ്ടമായതുകൊണ്ട് നീ ഇത് എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരുന്നോ എന്നൊക്കെ സൂചോളും അവളോട് ചോദിക്കുകയാണ്. ഇത് ഞാൻ നിന്റെ അടുത്തുനിന്ന് മേടിച്ചതായിരുന്നു എന്നാണ് അവൾ പറയുന്നതും. ആ ഒരു പാവയൊക്കെ കയ്യിലുള്ള സമയത്താകട്ടെ പേരൻസ് ഒക്കെ ഉള്ള ഒരു പണക്കാരിയായിട്ടുള്ള കുട്ടിയായിട്ടൊക്കെ എനിക്ക് സ്വയം ഫീൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനും അതൊക്കെ സൂക്ഷിച്ചു വെച്ചതെന്നാണ് അവൾ പറയുന്നത്. പനിയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് കഴിയുമ്പോഴത്തേക്കും എന്റെ എല്ലാ അസുഖവും മാറുമായിരുന്നു. മാത്രമല്ല, കുറെ കാലം നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നീ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെയർമാൻ എല്ലാ തവണയും പഴയതുപോലെ തന്നെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ കൊണ്ടുവന്ന ടേസ്റ്റ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പോകേണ്ട സമയമായിരിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഗുണിയോനെ നീ തന്നെ നോക്കണമെന്നൊക്കെ ഡാഹി പറയുമ്പോഴാകട്ടെ, നിനക്ക് വേണ്ടി ഈ ലോകത്തുള്ള ഏറ്റവും മികച്ച അഡ്വക്കേറ്റ്സിനെ ഏർപ്പാടാക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിലുള്ള സകല പണവും ഞാൻ നിനക്ക് വേണ്ടി ചിലവാക്കാം. അതുകൊണ്ട് തന്നെ നീ പോകേണ്ട കാര്യമേ ഇല്ല എന്നൊക്കെ സൂചോളും അവളോട് പറയുന്നു. സൂചോളിനും അവളെ വിട്ടുപോകുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. സൂചോളും ആകെ കരയുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കേസൊക്കെ ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. സ്യോൽഹയുടെ കയ്യിലുള്ള 13% ഷെയർ ഒക്കെ സീക്രട്ട് ഫണ്ട് ഉപയോഗിച്ച് മേടിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ഹിനുവും കോടതിയിൽ വാദിക്കുന്നു. പക്ഷെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മകന്റെ കൈവശമുണ്ടായിരുന്ന ഷെയർസ് ഒക്കെ സ്യോൽഹിക്ക് വന്നു ചേർന്നതാണെന്നൊക്കെ അഡ്വക്കേറ്റ് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും, നേരത്തെ ബ്രോക്കറിനെ വെച്ച് ഒരു ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചത് കൊണ്ടായിരുന്നല്ലോ ക്വീൻസ് ഗ്രൂപ്പിന് അവരുടെ അധികാരമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും പിന്നിൽ സോലിയാണെന്നുള്ള രീതിയിലൊക്കെ ഹ്യുനുവും സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അതിനുള്ള തെളിവുകളെല്ലാം തന്നെ കോടതിയിൽ ഹ്യുനുവ് കൊടുത്ത് കഴിയുമ്പോഴാകട്ടെ, എന്റെ മകനായിരുന്നു ഈ ഒരു പരിപാടി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയിക്കുകയില്ല. 20 വർഷമായിട്ട് എന്റെ മകന്റെ അടുത്ത് നിന്നും ഞാൻ മാറിയൊക്കെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ വെറുതെ വിടണമെന്നൊക്കെയാണ് കരഞ്ഞുകൊണ്ടൊക്കെ അവളും പറയുന്നത്. ഇപ്പോൾ അതിന്റെ എല്ലാത്തിന്റെയും സാക്ഷി എന്ന രീതിക്കൊക്കെ ഡാഹയും കോടതിയിൽ വിറ്റ്നസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇവരെല്ലാവരും പറഞ്ഞത് പ്രകാരമായിരുന്നു ഞാനും എന്റെ ഐഡന്റിറ്റി ഒക്കെ മറച്ചു വെച്ചിട്ട് സൂചോളിനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും ഇവർക്ക് വേണ്ടിയിട്ട് ക്വീൻസ് ഗ്രൂപ്പിന്റെ പല രഹസ്യങ്ങളും ചോർത്തിക്കൊടുത്തു. പണമൊക്കെ നഷ്ടപ്പെടുന്ന പദ്ധതികളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാനും എന്റെ ഭർത്താവിനെ കൊണ്ട് പല പദ്ധതികളിലും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പല സ്വത്തുക്കളും നഷ്ടപ്പെടുത്തിയത് പോലും ഞാൻ കാരണമാണ്. പക്ഷെ സ്യോൽഹ ആയിരുന്നു എന്നോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും എന്റെ കൈവശമില്ല. അവളും അങ്ങനത്തെ തെളിവുകൾ ഒന്നും തന്നെ ശേഖരിക്കുവാൻ എന്നെ സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഡാഹയും അറിയിക്കുന്നു. ജഡ്ജും സ്യോൽഹയുടെ അഭിപ്രായമൊക്കെ ചോദിക്കുന്ന സമയത്താകട്ടെ, ചെയർമാൻ ആ ഒരു സ്വത്തൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതായത്
സ്വന്തം ഫാമിലി ആ ഒരു സ്വത്തൊക്കെ നശിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു എന്റെ പേരിൽ എല്ലാ സ്വത്തും നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്നെയാണ് വിശ്വസിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അവിടെ ഇരുന്നൊരു കള്ളക്കരച്ചിലൊക്കെ കരയുകയാണ്. അപ്പോൾ ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെ വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.